അപ്പോൾ തന്നിരിക്കുന്ന ക്വസ്റ്റ്യന് ഒരു റീറ്റേണിംഗ് വാളുമായി ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് അല്ലേ. അപ്പോൾ റീറ്റേണിംഗ് വാളിൽ വന്നിട്ടുള്ള ഹൈറ്റ് ഓഫ് വാൾ തന്നിട്ടുണ്ട്. അതുപോലെ തന്നെ റീറ്റേണിംഗ് വാളിൻ്റെ ബേസ് വിഡ്ത്ത് 6 മീറ്റർ ആണ് പറഞ്ഞിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ ആംഗിൾ ഓഫ് ഫ്രീ പോസ് 30 ഡിഗ്രി ആണ്. പിന്നെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സോയിൽ അല്ലേ. റീറ്റേണിംഗ് വാൾ എന്താണ് തടഞ്ഞു നിർത്തുന്നത്? സോയിലിനെയാണ്. അപ്പോൾ ആ സോയിലിൻ്റെ സ്പെസിഫിക് വെയിറ്റ് പറഞ്ഞിട്ടുണ്ട്. എത്രയാണത്? 20 kN/m³ ആണ്. അതുപോലെ തന്നെ ഈ ഒരു റീറ്റേണിംഗ് വാൾ നിർമ്മിക്കാൻ യൂസ് ചെയ്തിട്ടുള്ള വാൾ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് 25 kN/m³ ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മളോട് ചോദിച്ചിരിക്കുന്നത് മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ അറ്റ് ദ ബേസ് ഓഫ് റീറ്റേണിംഗ് വാൾ. ആ റീറ്റേണിംഗ് വാളിൻ്റെ ബേസിൽ വരുന്ന മാക്സിമം ആൻഡ് മിനിമം വാല്യൂസ് ഓഫ് പ്രഷർ, സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി തന്നെയാണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ജസ്റ്റ് ഒന്ന് വരയ്ക്കാം. നമുക്ക് റീറ്റേണിംഗ് വാൾ വരുന്നത് അല്ല, ഈ രീതിയിലാണ് നമുക്ക് റീറ്റേണിംഗ് വാൾ വരിക. രീതിയിൽ വരും. അതിൽ ടോപ്പ് വിഡ്ത്ത് പറഞ്ഞിരിക്കുന്ന എത്രയാണ്? അത് 3 മീറ്റർ ആണ്. ഇത് 3 മീറ്റർ ആണ്. അതുപോലെ തന്നെ ബേസ് വിഡ്ത്ത് എത്രയാണ്? അത് 6 ആണ് അല്ലേ. അതുപോലെ തന്നെ പറഞ്ഞിരിക്കുന്നത് ഹൈറ്റ് ഓഫ് വാൾ 12 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് വാൾ 12 മീറ്റർ, ഇത്രയും ഹൈറ്റ് വരുന്നത് 12 മീറ്റർ ആണ്. പിന്നെ ആംഗിൾ ഓഫ് ഫ്രീ പോസ് 30 ഡിഗ്രി ആണ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നിട്ടുള്ളത് അല്ലേ. നമ്മൾ ചോദിച്ചിരിക്കുന്നത് സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി ആണ്. അപ്പോൾ സ്ട്രെസ്സിൻ്റെ ഇൻറ്റൻസിറ്റി കാണാൻ വേണ്ടിയിട്ട് അല്ലെങ്കിൽ സ്ട്രെസ്സിൻ്റെ വാല്യൂസ് കാണാൻ വേണ്ടിയിട്ട് നമുക്ക് ഇക്വേഷൻസ് ഉണ്ട്, പറയാം. ഓക്കെ, ഇവിടെ കൊടുത്തിട്ടുണ്ട് അല്ലേ. എന്താണ്? ദ മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷർ. മാക്സിമം ആൻഡ് മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറിൻ്റെ ഇക്വേഷൻ എന്താണ്? അത് W/B × 1 ± 6E/B ആണ്. അപ്പോൾ പ്ലസ് എടുക്കുമ്പോൾ നമുക്ക് മാക്സിമം ഇൻറ്റൻസിറ്റി കിട്ടും. മൈനസ് ആണ് എടുക്കണമെന്നുണ്ടെങ്കിൽ അവിടെ മിനിമം ഇൻറ്റൻസിറ്റി ഓഫ് പ്രഷറുമാണ് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇക്വേഷൻ എന്താണ്? W/B 1 + 6E/B ആണ്. അപ്പോൾ അതിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, W എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? അത് വെയിറ്റ് ഓഫ് റീറ്റേണിംഗ് വാൾ ആണ്. നമുക്ക് കാണേണ്ടതുണ്ട്. കാരണം നമുക്ക് റീറ്റേണിംഗ് വാളിൻ്റെ മെറ്റീരിയലിൻ്റെ യൂണിറ്റ് വെയിറ്റ് തന്നിട്ടുള്ളൂ. അത് വെച്ചിട്ട് റീറ്റേണിംഗ് വാളിൻ്റെ ഒരു ലെങ്ത്തിൽ വരുന്ന വെയിറ്റ് കാണേണ്ടതുണ്ട്. ഇനി ബി എന്ന് പറയുമ്പോൾ റീറ്റേണിംഗ് വാളിൻ്റെ ബേസ് വിഡ്ത്ത് ആണ് 6 മീറ്റർ. അതുപോലെ തന്നെ 6E/B. അതിൽ ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? എക്സെൻട്രിസിറ്റി ആണ് ഇ എന്ന് വെച്ച് കഴിഞ്ഞാൽ അല്ലേ. നമുക്കറിയാം റീറ്റേണിംഗ് വാൾ എന്ന് പറയുമ്പോൾ ഇവിടെ നിന്ന് വരയ്ക്കാം. ഈ രീതിയിലാണ് നമുക്ക് റീറ്റേണിംഗ് വാൾ വരിക. അപ്പോൾ ആ റീറ്റേണിംഗ് വാളിൽ വരുന്ന ഈ ഒരു സോയിലിൻ്റെ പ്രഷറും അതുപോലെ തന്നെ റീറ്റേണിംഗ് വാളിൻ്റെ വെയിറ്റ് കാരണം ഉള്ള ആ രണ്ട് ഫോഴ്സിൻ്റെ ഒരു റിസൾട്ടൻ്റ് ഉണ്ടാവും അല്ലേ. അപ്പോൾ ആ റിസൾട്ടൻ്റ് ഇങ്ങനെയാണ് ആക്ട് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അല്ലേ, ഇങ്ങനെയാണ് ആക്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭാഗത്ത് നിന്ന്, ഈ ഒരു ലെഫ്റ്റ് എൻഡിൽ നിന്ന് ഈ റിസൾട്ടൻ്റ് കട്ട് ചെയ്യുന്ന പോർഷനിക്കുള്ള ദൂരത്തിനാണ് നമ്മൾ Z എന്ന് പറയാം. Z അല്ലേ. ഇനി എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഈ ഒരു വിഡ്ത്ത് അല്ലേ. ഇപ്പോൾ വിഡ്ത്ത് 6 മീറ്റർ ആണെങ്കിൽ അതിൻ്റെ ഹാഫ്, അതാണ് നമുക്ക് സെൻറ്ററിൽ മാർക്ക് ചെയ്യാൻ പറ്റും. ആ സെൻറ്ററിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ഈ റിസൾട്ടൻ്റ് കട്ട് ചെയ്ത് പോകുന്നത്, ഈ ഒരു ഡിസ്റ്റൻസിനാണ് ഇ എന്ന് പറയാം, എക്സെൻട്രിസിറ്റി. അപ്പോൾ അത് കാണാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് Z - B/2. ഓക്കെ, ഇനി Z എങ്ങനെ കിട്ടും? Z കിട്ടാനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് X ബാർ + P/W × H/3. അപ്പോൾ അതിൽ H എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് റീറ്റേണിംഗ് വാൾ ആണ്. W എന്ന് പറയുമ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു വെയിറ്റ് ഓഫ് റീറ്റേണിംഗ് വാൾ ആണ്. P എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്? ലാറ്ററൽ എർത്ത് പ്രഷർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സോയിൽ ഈ റീറ്റേണിംഗ് വാളിലോട്ട് ആക്ട് ചെയ്യുന്ന ആ ഒരു പ്രഷറിനാണ് ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറയാം, P. അപ്പോൾ അത് നമുക്ക് കാണാൻ വേറൊരു ഇക്വേഷൻ ഉണ്ട്, പറയാം. ഇനി X ബാർ എങ്ങനെ കിട്ടും? X ബാറിന്റെ ബേസിക് ഇക്വേഷൻ ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. A² + AB + B² / 3 × A + B. അത് ചെയ്ത് കഴിഞ്ഞാൽ X ബാർ കിട്ടും. X ബാർ അപ്പോൾ അതിൽ എയും ബിയും ഒക്കെ എന്താണ്? ടോപ്പ് വിഡ്ത്ത് അല്ലേ. ഇതിനാണ് നമ്മൾ A എന്ന് പറയാം. റീറ്റേണിംഗ് വാളിൻ്റെ ടോപ്പ് വിഡ്ത്ത് A എന്ന് ഡിനോട്ട് ചെയ്യും. അതുപോലെ ബേസ് വിഡ്ത്തിനെ B എന്ന് ഡിനോട്ട് ചെയ്യും. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് ആ റിലേഷൻ ഇട്ട് കഴിഞ്ഞാൽ X ബാർ കിട്ടും. അതായത് ആ റീറ്റേണിംഗ് വാളിൻ്റെ സെൻറ്ററോടേക്ക് ഈ ഒരു ലെഫ്റ്റ് എൻഡിൽ നിന്നുള്ള ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് കിട്ടും. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യനിൽ ചെയ്യാനായിട്ടുള്ളത്. ഓക്കെ അല്ലേ. നമുക്ക് നോക്കാം. അപ്പോൾ നോക്ക്, ഫസ്റ്റ് ഗിവൺ ഡാറ്റ ഒന്ന് എടുത്ത് എഴുതിയിട്ടുണ്ട്. ടോപ്പ് വിഡ്ത്ത് റീറ്റേണിംഗ് വാളിൻ്റെ ടോപ്പ് വിഡ്ത്ത് 3 മീറ്റർ ആണ് A അല്ലേ. അതുപോലെ ബേസ് വിഡ്ത്ത് B = 6 മീറ്റർ ആണ്. ഹൈറ്റ് ഓഫ് വാൾ 12 മീറ്റർ. പിന്നെ സ്പെസിഫിക് വെയിറ്റ് ഓഫ് സോയിൽ അത് 20 kN/m³ ആണ്. അതുപോലെ തന്നെ വാളിൻ്റെ മെറ്റീരിയലിൻ്റെ 25 ആണ്. പിന്നെ ആംഗിൾ ഓഫ് ഫ്രീ പോസ് അത് 30 ഡിഗ്രിയാണ്. അപ്പോൾ ഈ ആംഗിൾ ഓഫ് ഫ്രീ പോസ് നമുക്ക് ലാറ്ററൽ എർത്ത് പ്രഷർ കാണുന്ന സമയത്ത് യൂസ് ചെയ്യേണ്ടതുണ്ട് അല്ല. ലാറ്ററൽ എർത്ത് പ്രഷർ എന്ന് പറഞ്ഞാൽ എന്താണ്? ആ റീറ്റേണിംഗ് വാളിലോട്ട് സോയിൽ ആക്ട് ചെയ്യുന്ന പ്രഷർ. അപ്പോൾ നോക്കാം, ഫസ്റ്റ് നമുക്ക് അത് തന്നെ കാണാം. ലാറ്ററൽ എർത്ത് പ്രഷർ. ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. P = Γ(h²/2) × 1 - sin⁵/1 + sin⁵. ഓക്കെ, അപ്പോൾ അതിൽ ഗാമ എന്ന് പറയുമ്പോൾ എന്താണ്? ആ സോയിലിൻ്റെ യൂണിറ്റ് വെയിറ്റ് ആണ്, സ്പെസിഫിക് വെയിറ്റ്. അത് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്. എത്രയാണ്? 20 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. H എന്ന് പറയുമ്പോൾ ഹൈറ്റ് ഓഫ് റീറ്റേണിംഗ് വാൾ ആണത്, 12 ആണ്. പിന്നെ ഫൈ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ആംഗിൾ ഓഫ് ഫ്രീ പോസ് ആണ്. ഈ ക്വസ്റ്റ്യനിൽ അത് 30 ഡിഗ്രി എന്ന് തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യും.
സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ 20 × 12² / 2 × 1 - sin 30 / 1 + sin 30. ഇപ്പോൾ sin 30യുടെ വാല്യൂ നമുക്കറിയാം എത്രയാണ് 1/2 ആണെങ്കിൽ നിങ്ങൾക്ക് കാൽക്കുലേറ്ററിൽ അടിച്ചു കഴിഞ്ഞാൽ തന്നെ കിട്ടും 0.5 എന്ന് കിട്ടും. അപ്പോൾ അത് വെച്ച് ചെയ്യുമ്പോൾ നമുക്ക് 480 kN/m ആണ് കിട്ടുക, 480 kN. ഓക്കെ, അപ്പോൾ അതാണ് നമുക്ക് ലാറ്ററൽ എർത്ത് പ്രഷർ. ഇനി അടുത്തത് എന്താണ്, വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് വാൾ കാണേണ്ടതുണ്ട്. നോക്കാം, വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് വാളിൻ്റെ ഇക്വേഷൻ എന്താണ്, A+B/2 × H × W. ഓക്കെ, അപ്പോൾ എ എന്ന് പറയുമ്പോൾ ടോപ്പ് വിഡ്ത്താണ്, ബി എന്ന് പറയുമ്പോൾ ബോട്ടം വിഡ്ത്താണ് റീറ്റെയിനിങ് വാളിൻ്റെ, എച്ച് എന്ന് പറയുമ്പോൾ ഹൈറ്റ് ആണ്, അതുപോലെ തന്നെ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് റീറ്റെയിനിങ് വാളിൻ്റെ മെറ്റീരിയലിൻ്റെ വെയിറ്റ് ആണ്. അപ്പോൾ മെറ്റീരിയലിൻ്റെ സ്പെസിഫിക് വെയിറ്റ് നമുക്ക് ക്വസ്റ്റ്യൻ തന്നിട്ടുണ്ട്, അത് 25 എന്ന് പറഞ്ഞ് തന്നിട്ടുണ്ട്. അപ്പോൾ അത് ചെയ്യുമ്പോൾ നമുക്ക് അതും കിട്ടും, അത് 1350 kN/m എന്ന് അതും കിട്ടും. ഓക്കെ, ഇനി അടുത്തത് Z കാണാന്നുള്ളതാണ്. അപ്പോൾ Z കാണാനുള്ള ഇക്വേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നത് എന്താണത്, x ബാർ പ്ലസ് P/W × H/3 ആണ്. അപ്പോൾ Z എന്ന് പറയുമ്പോൾ എന്താണ്, ഒന്നും കൂടി പറയാം, നമുക്ക് ഈ ഒരു ലാറ്ററൽ എർത്ത് പ്രഷർ ഇങ്ങനെ ഹൊറിസോണ്ടലായിട്ട് ആക്ട് ചെയ്യും, അതുപോലെ തന്നെ റീറ്റെയിനിങ് വാളിൻ്റെ വെയിറ്റ് താഴത്തോട്ട് ആക്ട് ചെയ്യും. അപ്പോൾ അതിൻ്റെ രണ്ടിൻ്റെയും കൂടി റിസൾട്ടൻറ്റ്, അല്ല ആ രണ്ട് ഫോഴ്സിൻ്റെയും റിസൾട്ടൻറ്റ് ഈ രീതിയിൽ ആക്ട് ചെയ്യുന്നുണ്ടെങ്കിൽ അത് ഏത് പോയിന്റിലാണോ കട്ട് ചെയ്യുന്നത്, അപ്പോൾ ലെഫ്റ്റ് എൻഡിൽ നിന്ന് ആ പോയിന്റിലേക്കുള്ള ദൂരത്തിനാണ് നമ്മൾ Z എന്ന് പറയാം, Z. ഓക്കെ, അപ്പോൾ ആ Z കാണാനുള്ള ഇക്വേഷനാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താണ്, x ബാർ പ്ലസ് P/W × H/3. അതിൽ x ബാർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് റീറ്റെയിനിങ് വാളിൻ്റെ സെൻട്രോഡാണ്. സെൻട്രോഡ് എങ്ങനെയാണ് ആക്ട് ചെയ്യുന്നത്, x ബാർ എന്ന് പറഞ്ഞ് ആക്ട് ചെയ്യും. അപ്പോൾ x ബാറിനുള്ള റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞത് അല്ലേ, A² + AB + B² / 3 × A+, അല്ലേ. യെസ്, അപ്പോൾ അത് വെച്ചിട്ട് അത് കാണാം. ഫസ്റ്റ് നമ്മൾ അത് കാണാം, ഹൊറിസോണ്ടൽ ഡിസ്റ്റൻസ് ഓഫ് സെൻറ്റർ ഓഫ് ഗ്രാവിറ്റി ഓഫ് റീറ്റെയിനിങ് വാൾ ഫ്രം ദ വെർട്ടിക്കൽ ഫേസ് AD. AD എന്ന് പറയുമ്പോൾ ലെഫ്റ്റ് ഫേസ് ആണ്, അതിൽ നിന്ന് എത്ര മാറിയിട്ടാണ് ആ റിലേഷൻ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കത് കിട്ടും. അത് എത്രയാണ്, 2.33 എന്ന് കിട്ടും. ജസ്റ്റ് എക്ക് നമ്മൾ എത്ര കൊടുത്തു, 3 എന്ന് കൊടുത്തു, അതുപോലെ ബിക്ക് 6 എന്ന് കൊടുത്തു, എല്ലാ ഭാഗത്തും. അത് ചെയ്യുമ്പോൾ 2.33 എന്ന് കിട്ടും. ഇനി അത് വെച്ചിട്ട് Z കാണാം. അപ്പോൾ Z-ൻ്റെ റിലേഷൻ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുക. അപ്പോൾ എക്സ് ബാറിന് പകരം 2.33 എന്ന് കൊടുക്കുക, ഈ വാല്യൂ കൊടുക്കുക, പ്ലസ് P/W, P ലാറ്ററൽ എർത്ത് പ്രഷറാണ് നമ്മൾ കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, W വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് വാളാണ്, അതും കണ്ടെത്തിയിട്ടുണ്ടായിരുന്നു, അത് കൊടുക്കുക. പിന്നെ H എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താണ്, അത് ഹൈറ്റ് ഓഫ് റീറ്റെയിനിങ് വാളാണ്, 12 m/3. അത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് Z-ൻ്റെ വാല്യൂ എത്ര കിട്ടും, 3.75 m ആണെന്ന് കിട്ടും. അപ്പോൾ അത് വെച്ചിട്ട് എക്സെൻട്രിസിറ്റി കാണാം. എക്സെൻട്രിസിറ്റി എന്താണ്, Z - B/2 ആണ്. സോ 3.75 - 6/2 ചെയ്യുമ്പോൾ 0.75 m എന്ന് എക്സെൻട്രിസിറ്റി കിട്ടും, അല്ലേ. എങ്ങനെ എക്സെൻട്രിസിറ്റി കിട്ടിയത്, റീറ്റെയിനിങ് വാൾ ഇങ്ങനെയാണ് വരുന്നതെന്നുണ്ടെങ്കിൽ ഇങ്ങനെ നമുക്ക് ആക്ട് ചെയ്യുന്നുണ്ട് ഫോഴ്സ്, അല്ലെങ്കിൽ റിസൾട്ടൻ്റ് ഇങ്ങനെ ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഈ ഒരു ഡിസ്റ്റൻസ് ഇതാണ് നമുക്ക് 3.75 എന്ന് കിട്ടിയത്, 3.75 അല്ലേ. നമുക്ക് എക്സെൻട്രിസിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്, ഇതിൻ്റെ സെൻറ്ററിൽ നിന്ന്, ഈ ഒരു ബേസിൻ്റെ സെൻറ്ററിൽ നിന്ന് എത്ര വരുന്നുണ്ട് എന്നുള്ളതാണ്, അല്ലേ. അപ്പോൾ നമുക്കറിയാം ഇത്രയും ഭാഗം 3 m ആണ്, ടോട്ടൽ 6 ആണെങ്കിൽ അതിൻ്റെ പകുതിയല്ലേ, അപ്പോൾ അത് 3 m ആണ്. അപ്പോൾ ബാക്കി എത്ര ഉണ്ടാവും, 0.75 ഉണ്ടാവും. അങ്ങനെയാണ് നമുക്ക് എക്സെൻട്രിസിറ്റി 0.75 എന്ന് കിട്ടിയിട്ടുള്ളത്. ഓക്കെ അല്ലേ. ഇനി ഇക്വേഷനിലേക്ക് കൊടുക്കുക, മാക്സിമം സ്ട്രെസ് കാണാൻ വേണ്ടിയിട്ട് നേരത്തെ പറഞ്ഞ ഇക്വേഷൻ W/B × 1 + 6E/B. അപ്പോൾ എഗെയിൻ W എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്, അത് ഈ റീറ്റെയിനിങ് വാളിൻ്റെ ടോട്ടൽ വെയിറ്റ് ആണ്, ടോട്ടൽ വെയിറ്റ് പെർ യൂണിറ്റ് ലെങ്ത്. B എന്ന് പറയുമ്പോൾ അത് ബേസ് വിഡ്ത്താണ് 6 m. പിന്നെ 1 + 6E/B, E എന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എക്സെൻട്രിസിറ്റി ആണ്. സോ എക്സെൻട്രിസിറ്റി 0.75 എന്ന് കൊടുക്കുക /6 ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാക്സിമം സ്ട്രെസ് കിട്ടും. മാക്സിമം സ്ട്രെസ്സിൻ്റെ വാല്യൂ വരുന്നത് 393.75 kN/m². ഇനി മിനിമം സ്ട്രെസ് കിട്ടണമെങ്കിൽ എന്ത് ചെയ്താൽ മതി, ഈ പ്ലസ്സിൽ കൊടുത്ത് മൈനസ് കൊടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അത് കൊടുത്തിട്ടുണ്ട്. മിനിമം സ്ട്രെസ് ഈക്വൽ ടു F മിനിമം W/B × 1 - 6E/B. അത് ചെയ്യുമ്പോൾ 56.25 kN/m² അതും കിട്ടും. എന്നിട്ട് ജസ്റ്റ് ഒരു ഫിഗർ ഒന്ന് വരയ്ക്കുക, രണ്ട് എൻഡിലത്തെയും വാല്യൂസ് കാണിക്കുക, ജസ്റ്റ് അത് വെച്ചിട്ടൊരു ഫിഗർ വരയ്ക്കുക. ഇത്രയും ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് 7 മാർക്ക് കിട്ടും. ഓക്കെ അല്ലേ. അപ്പോൾ ഇതിൽ ബേസിക്കായിട്ട് അറിയേണ്ടത് ഇത്ര ഇക്വേഷൻസ് അറിയണം, എങ്കിൽ മാത്രമേ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റുള്ളൂ, അല്ലേ. ബേസിക്കായിട്ട് അറിയേണ്ടത് ആ മാക്സിമം സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനും മിനിമം സ്ട്രെസ് കാണാനുള്ള ഇക്വേഷനും അറിയണം. അത് കാണുന്നുണ്ടെങ്കിൽ എക്സെൻട്രിസിറ്റി കാണണം, എക്സെൻട്രിസിറ്റി കാണണമെങ്കിൽ Z-ൻ്റെ ഇക്വേഷൻ അറിയണം, Z-ൻ്റെ അറിയണമെങ്കിൽ X ബാർ അറിയണം, അല്ലേ. അപ്പോൾ അത്രയും കാര്യങ്ങൾ അറിയണം. അതിനോട് കൂടെ തന്നെ അറിയേണ്ടതാണ് P-യുടെ ഇക്വേഷൻ, ലാറ്ററൽ എർത്ത് പ്രഷറിൻ്റെ ഇക്വേഷന്, അതുപോലെ തന്നെ W വെയിറ്റ് ഓഫ് റീറ്റെയിനിങ് വാളിൻ്റെ ഇക്വേഷൻ. അപ്പോൾ ഇത്രയും ഇക്വേഷൻ അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഈ ക്വസ്റ്റ്യൻ ചെയ്യാനായിട്ട് പറ്റും. ഓക്കെ അല്ലേ. അപ്പോൾ ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻ ചെയ്യുക. നമുക്കിനി അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം.